രാത്രികാല ആകാശത്ത് ഏകദേശം 2600 മുതൽ 4500 നക്ഷത്രങ്ങളെ കാണാം. ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായ പേരുകളുമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ ദേശത്തിലെ സംസ്കാരമനുസരിച്ച് പല പേരുകളും നക്ഷത്രഗണങ്ങളും അതിൽ പല കഥകളുമുണ്ട്. എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ലോകമെമ്പാടും പൊതുവായി അംഗീകരിച്ചിട്ടുള്ളത് വെസ്റ്റേൺ സ്കൈ കൾച്ചറാണ്. ഗ്രീക്ക് സംസ്കാരവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ ആകാശത്ത് ഏകദേശം 88 നക്ഷത്രഗണങ്ങൾ അഥവാ കോൺസ്റ്റലേഷൻസ് ഉണ്ട്. ഇതിൽ പ്രശസ്തമായ നക്ഷത്രഗണങ്ങളാണ് ഒറൈൻ ദ ഹണ്ടർ, അർസ മേജർ, കാനിസ് മേജർ, ക്യാൻസർ, സ്കോർപിയസ് എന്നിവ. മലയാളത്തിലും ഇതുപോലത്തെ നക്ഷത്രഗണങ്ങളുണ്ട്. അതായത് ഏകദേശം 12 നക്ഷത്ര രാശികൾ ഇതിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെ മലയാളത്തിലുണ്ട്. വെസ്റ്റേൺ സ്കൈ കൾച്ചറിലെ 88 നക്ഷത്രഗണത്തിൽ ഉള്ളവ തന്നെയാണ് ഈ 12 നക്ഷത്രഗണങ്ങൾ. അതുപോലെ തന്നെ മലയാളത്തിൽ ഏകദേശം 27 നക്ഷത്രങ്ങളുമുണ്ട്. മലയാളത്തിലെ ഈ 12 നക്ഷത്രഗണങ്ങൾ വെസ്റ്റേൺ സ്കൈ കൾച്ചറിൽ അറിയപ്പെടുന്നത് ഏതൊക്കെ പേരിലാണെന്ന് നോക്കാം. ആദ്യമായി 12 നക്ഷത്രഗണങ്ങളുടെ പേര് നോക്കാം. ഒന്നാമതായി ചിങ്ങം. ഈ നക്ഷത്രരാശി ആകാശത്ത് ഒരു സിംഹത്തിന്റെ ആകൃതിയിൽ കാണാൻ സാധിക്കും. ഇതിനെ ലിയോ എന്ന് പറയുന്നു. ഇതിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം റെഗുലസ് ആണ്. ഇതിലെ ഈ നക്ഷത്രം പൂരമാണ്. ചെർട്ടാൻ എന്നാണ് പേര്. ഇതിലെ ഈ നക്ഷത്രം ഉത്രമാണ്. ഇതിനെ ഡീൻ ബോല എന്ന് പറയുന്നു. അടുത്തതായി കന്നി നക്ഷത്രഗണം. ഇതിനെ വിർഗോ എന്ന് പറയുന്നു. ഇതിനൊരു കന്യകയുടെ രൂപമാണ്. ഇതിലെ തിളക്കമുള്ള നക്ഷത്രം സ്പൈക്കയാണ്. ഇതിനെ ചിത്തിര എന്ന് പറയുന്നു. അടുത്തതായി തുലാം. ഇതിനെ ലിബ്ര എന്ന് പറയുന്നു. ഇതിനൊരു തുലാസിന്റെ ആകൃതിയാണ്. അടുത്തതായി വൃശ്ചികം. ഇതിനെ സ്കോർപിയസ് എന്ന് പറയുന്നു. ഇതിനൊരു തേളിന്റെ ആകൃതിയാണ്. ഇതിലെ ഏറ്റവും തിളക്കമുള്ള ചുവന്ന നക്ഷത്രം തൃക്കേട്ടയാണ്. ഈ നക്ഷത്രത്തിനെ അൻഡേറസ് എന്ന് പറയുന്നു. ഇതിലെ ഈ നക്ഷത്രം അനിഴമാണ്. ഡിയാസ് ചബ എന്ന് പറയുന്നു. ഇതിലെ ഈ വാൽഭാഗത്ത് കാണുന്ന നക്ഷത്രം മൂലമാണ്. ഷൗല എന്ന് പറയുന്നു. അടുത്തതായി ധനു. ഈ നക്ഷത്ര രാശിക്ക് വില്ലിന്റെ ആകൃതിയാണ്. ഇതിനെ സാജിറ്റേറിയസ് എന്ന് പറയുന്നു. അടുത്തതായി മകരം. ഈ നക്ഷത്ര രാശിക്ക് മകര മത്സ്യത്തിന്റെ ആകൃതിയാണ്. ഇതിനെ കാപ്രിക്കോർണസ് എന്ന് പറയുന്നു. അടുത്തതായി കുംഭം രാശി. ഈ രാശിക്ക് ഒരു കുടമേന്തിയ സ്ത്രീയുടെ ആകൃതിയാണ്. ഇതിനെ അക്വേറിയസ് എന്ന് പറയുന്നു. അടുത്തതായി മീനം. ഇതിന് മീനിന്റെ ആകൃതിയാണ്. ഈ രാശിയെ പൈസീസ് എന്ന് പറയുന്നു. അടുത്തതായി മേടം. ഇതിന് ചെമ്മരിയാടിന്റെ ആകൃതിയാണ്. ഇതിനെ ഐറീസ് എന്ന് പറയുന്നു. അടുത്തതായി ഇടവം. ഇതിന് കാളയുടെ ആകൃതിയാണ്. ടൗറസ് എന്ന് പറയുന്നു. ഇതിലെ തിളക്കമുള്ള ചുവന്ന നക്ഷത്രത്തിനെ അൾഡിബ്രാൻ എന്ന് പറയുന്നു. മലയാളത്തിലെ രോഹിണി നക്ഷത്രമാണിത്. ഇത് മിഥുനം രാശിയാണ്. ഇതിനെ 2 ഇരട്ടകളായും ദമ്പതികളായും സങ്കല്പിക്കുന്നു. ഇതിനെ ജമനൈ എന്ന് പറയുന്നു. അടുത്തതായി കർക്കിടകം. ഇതിന് ഞണ്ടിന്റെ ആകൃതിയാണ്. ഇതിനെ ക്യാൻസർ എന്ന് പറയുന്നു. ഇതിലെ ഈ നക്ഷത്രത്തിനെ മലയാളത്തിൽ പൂയം എന്ന് പറയുന്നു. ഇനി മലയാള നക്ഷത്രരാശിയിൽ ഇല്ലാത്ത വെസ്റ്റേൺ സ്കൈ കൾച്ചറിലെ പ്രധാനപ്പെട്ട നക്ഷത്രരാശി ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒറൈൻ ദ ഹണ്ടർ. ഇതിലെ ചുവന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഇതിനെ ബീറ്റൽ ജ്യൂസ് എന്ന് പറയുന്നു. ഇതിലെ തലഭാഗത്തെ 3 നക്ഷത്രങ്ങളെ മകീര്യം എന്ന് പറയുന്നു. ഈ കാണുന്ന 3 നക്ഷത്രങ്ങളെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നു. അടുത്തതായി ക്യാനിസ് മേജർ. മലയാളത്തിൽ ബൃഹത് ശ്വാനൻ എന്നറിയപ്പെടുന്നു. ഇതിലാണ് രാത്രിയിലെ ഏറ്റവും തിളക്കമുള്ള സിറിയസ് നക്ഷത്രം കാണപ്പെടുന്നത്. അടുത്തതായി അർസ മേജർ. ഇതിനെ ബിഗ് ഡിപ്പർ എന്നും അറിയപ്പെടുന്നു. മലയാളത്തിൽ സപ്തർഷികൾ എന്നറിയപ്പെടുന്നു. ഇതിലെ 7 നക്ഷത്രങ്ങളെയും പരിചയപ്പെടാം. മരീചി, വസിഷ്ഠൻ, അങ്കിരസ്, അത്രി, ക്രതു, പുലസ്ത്യൻ, പുലഹൻ ഇവയാണ് ഇതിലെ നക്ഷത്രം. മലയാളത്തിലെ നക്ഷത്ര രാശികളും അതിൻ്റെ വെസ്റ്റേൺ സ്കൈ കൾച്ചർ പ്രകാരമുള്ള പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് സ്റ്റെല്ലേറിയം, സ്റ്റാർവോക്ക്, സ്കൈറ്റോണൈറ്റ് എന്നീ ആപ്പുകളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മലയാളത്തിലെ നക്ഷത്ര രാശികൾ ആകാശത്ത് കണ്ടെത്താനാകും. ഇതുപോലെയുള്ള ജ്യോതിശാസ്ത്രപരമായ അറിവുകൾ നേടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.